കൂടുതലും പ്രവാസികളുടെ മക്കൾക്കാണ് ഈ ഒരു ഭാഗ്യം കിട്ടാത്തത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടിക്ക് അമ്മയുടെ ചൂട് കിട്ടും. അച്ഛൻ്റെ ചൂട് കിട്ടണമെങ്കിൽ അച്ഛൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോഴാണ് അച്ഛൻ്റെ ചൂട് മക്കൾക്ക് കിട്ടുന്നത്. അമ്മയുടെ ചൂടും അച്ഛൻ്റെ ചൂടും ചൂരും കിട്ടിയ മക്കൾക്കേ ഉള്ളൂ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അവർക്കേ ഉള്ളൂ മറ്റുള്ളവരെ സ്നേഹിക്കാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും കഴിയത്തുള്ളൂ. അമ്മയുടെ ചൂടും മുലപ്പാലും അമ്മയുമായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ ബന്ധം സ്ഥാപിക്കുന്നത്, അച്ഛൻ്റെ ബന്ധം സ്ഥാപിക്കുന്നത് അച്ഛൻ്റെ നെഞ്ചിൽ കിടന്നുള്ള അച്ഛൻ്റെ ആ ചൂട് കൊണ്ടാണ് ആ കുഞ്ഞ് വളരുന്നതെങ്കിൽ ആ മാതാപിതാക്കളോടും ആ കുഞ്ഞിന് പ്രത്യേക സ്നേഹമായിരിക്കും. അത് വളർന്നു വന്നാലും എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കാൻ അതിന് കഴിയും. ഇത് കിട്ടാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കൂടുതലും പ്രവാസികളുടെ മക്കൾക്കാണ് ഈ ഒരു ഭാഗ്യം കിട്ടാത്തത്. ആ പ്രവാസികളായ അച്ഛന്മാർക്കും തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനോ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കഴിയാനോ അവരുമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്തെ ഇടപഴകലുകളോ ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പ്രവാസി പിതാക്കന്മാരുണ്ട്. അവർക്ക് ഈ കുട്ടികൾ വളർന്നു വന്ന് കഴിയുമ്പം ഈ കുട്ടികൾക്കൊരിക്കലും അച്ഛനോടുള്ള ആ ഒരു അടുപ്പം കിട്ടുകയില്ല. കാരണം അവർ അമ്മയെ മാത്രമാണ് കണ്ടു വളർന്നത്. ആ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ് അച്ഛൻ്റെ പാസോ എന്ന് പറയുന്നത്. അത് കിട്ടിയാലേ ഉള്ളൂ അച്ഛനോട് മുതിർന്നു കഴിയുമ്പം അവർക്ക് ആ ഒരു അടുപ്പവും ആ സ്നേഹവും അവർക്ക് ഉള്ളിൽ നിന്ന് വരികയുള്ളൂ. അല്ലാത്ത കാലത്തോളം അച്ഛനെന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതിനപ്പുറം അവർക്ക് ഉള്ളിൽ നിന്നും ആ അച്ഛനോടൊരു സ്നേഹം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത് പലർക്കും റിലേറ്റഡ് ആവുന്നുണ്ടാവുമായിരിക്കും. എപ്പോഴും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിട്ടുന്ന ആ ചൂട്, അത് ആ കുഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പം അച്ഛൻ്റെ നെഞ്ചിൽ കിടക്കുമ്പം അതിന് കിട്ടുന്ന ആ ഒരു ചൂടും, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ ഉള്ളൂ ആ കുഞ്ഞിന് സ്നേഹം, മാതാപിതാക്കളോടുള്ള അടുപ്പവും സ്നേഹവും ഉണ്ടാവുകയുള്ളൂ.